വിക്രം റൂമിലേക്ക് കയറി വരുമ്പോൾ അവിടെ വേദയെ കാണുന്നുണ്ട്. എടി, നിന്നോട് ആരടി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ദാ കണ്ടില്ലേ, അടിച്ചു വാരാൻ എന്ന് വേദ പറയുന്നതാണ്. അങ്ങനെ നീ എൻ്റെ റൂം അടിച്ചു വാരണ്ട എന്ന് വിക്രം പറയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് ഈ റൂമിൽ കയറാൻ നിനക്ക് ആരാ പെർമിഷൻ തന്നത്? താലി കെട്ടിയപ്പോൾ നിങ്ങൾ എന്നോട് അനുവാദം ചോദിച്ചോ? ഇല്ലല്ലോ. താമസിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് വേദം പറയാണ്. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ സ്ഥലം എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് വിക്രം പറയാണ്. പക്ഷേ ആ സ്ഥലം എനിക്ക് കൂടി അവകാശപ്പെട്ടതാവുമ്പോൾ അത് വൃത്തിയാക്കാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് വേദ പറയാണ്. എന്ത്, നിനക്ക് കൂടി അവകാശപ്പെട്ടതോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ കഴുത്തിൽ കിടക്കുന്ന താലി പൊക്കി കാണിക്കാട്ടോ. ഇത് കണ്ട് വിക്രത്തിന് ദേഷ്യം വരികയാണ്. അപ്പോൾ നീ എൻ്റെ ജീവിതം നരകമാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ വേണ്ട എന്ന് തോന്നി. എന്തായാലും താലി കെട്ടി സ്വന്തമാക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഇത്തിരി സ്നേഹത്തോടെ പെരുമാറി നോക്കാമെന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് വേദ പറയുകയാണ്. സ്നേഹത്തോടെയോ? ഞാനും നീയുമായിട്ടോ? നിനക്ക് മാനവും മര്യാദയൊന്നും ഇല്ലേ എന്ന് വിക്രം പുച്ഛത്തോടെ ചോദിക്കുക കേട്ടോ. മാനമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ടാണ് ഇവിടെയെല്ലാം ഇങ്ങനെ തൂത്തി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. ഇത് കേട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് വിക്രം പറയാണ്. ആണോ? എന്നാൽ എനിക്ക് ആ ദേഷ്യം കാണുമ്പോൾ ഇഷ്ടമാണ് തോന്നുന്നത് എന്ന് വേദ പറയാണ്. അതെയോ, നിനക്കിഷ്ടമാണോ തോന്നുന്നത് എന്ന് പറഞ്ഞ് വിക്രം വേദയുടെ കയ്യിൽ പിടിക്കുക കേട്ടോ. വേദ ഒരു ഞെട്ടലോടുകൂടി വിക്രത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്.